ഇന്ന് ലോകം മുഴുവൻ ആരാധകരുള്ള ഇന്ത്യൻ ബ്രാൻഡ് ദ റോയൽ എൻഫീൽഡ്. ഈ ബ്രാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ദ ഹണ്ടർ 350. ഇത് നമ്മുടെ 350 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. ഇത് നമുക്ക് കളർ വേരിയൻസ് ഇഷ്ടംപോലെ കളർ വേരിയൻസ് വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് സിംഗിൾ ചാനൽ ABS ആയിരിക്കും വരുന്നത്. ഫ്രണ്ട് മാത്രം ഡിസ്ക് വരും. പിന്നെ സ്പോക്ക് വീൽസ് ആയിരിക്കും, കമ്പിയുള്ള വീലായിരിക്കും വരുന്നത്. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും മിഡ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്കും അലോയ് വീൽസ് വരും. ഡ്യുവൽ ചാനൽ ഫ്രണ്ടും ബാക്കും, ഡിസ്ക് ബ്രേക്ക് വരും, ഡിജിറ്റൽ ഫ്ലോട്ടിംഗ് മീറ്റേഴ്സ് വരും. നമ്മുടെ സ്വിച്ചസ് എല്ലാം റെട്രോ ടൈപ്പ് സ്വിച്ചസ് ആയിരിക്കും വരുന്നത്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി ആണെങ്കിൽ 13.5 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിൽ തന്നെ ബേസ് വേരിയൻറ്റിൽ ഒറ്റ ഒരു കളറായിട്ടേ വരുന്നുള്ളൂ. പിന്നെ മിഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതിൽ ഒരു ഷെയ്ഡാണ് ഗ്രീന്, പിന്നെ ഓറഞ്ച് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് വേരിയൻറ്റും മിഡ് വേരിയൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വേരിയൻറ്റിൽ സിംഗിൾ ടോൺ ആയിരിക്കും ടാങ്ക് വരുന്നത്. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ സിംഗിൾ ടോൺ ആയിരിക്കും. ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഡ്യുവൽ ടോൺ വരും. പകുതി ഇപ്പം ഒരു ബ്ലൂവും വൈറ്റും എന്നുള്ള ഒരു കളറുണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും പകുതി ബ്ലൂവും പകുതി വൈറ്റും ആയിട്ടായിരിക്കും വരുന്നത്. അത് നമുക്ക് റിബൽ സീരീസ്, ഡാപ്പർ സീരീസ്, ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഫാക്ടറി സീരീസ്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ബേസ് വേരിയൻറ്റ് വരുമ്പോൾ 1.83 ചില്ലറയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മൾ ഓൺ റോഡ് വണ്ടി ഇറക്കുന്ന സമയത്തുള്ള എമൗണ്ട്. മിഡ് വേരിയൻറ്റ് ഈ വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് 2,06,000 വരുന്നത്. 2,06,000 ചില്ലാനം വരും. പിന്നെ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 2.12 ചില്ലറയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10K വെച്ച് നമുക്കിത് വണ്ടി ഇറക്കാൻ പറ്റും. സിബിൽ സ്കോറിനൊന്നും കുഴപ്പമില്ല. ഒരു 600 സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇതിലാണെങ്കിൽ ആക്സറീസ് നമുക്ക് ചെയ്യാൻ പറ്റും. വൈസർ വെക്കാം, ബാക്ക് റെസ്റ്റ് വയ്ക്കാൻ പറ്റും, സം ഗാർഡ്, ക്രാഷ് ഗാർഡ്, ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹാൻഡിൽ ബാർ, മിറേഴ്സ് വയ്ക്കാം. അതെല്ലാം എക്സ്ട്രാ പേയ്മെൻ്റ് ആയിരിക്കും. കറൻ്റ്ലി ഈ പറഞ്ഞ പ്രൈസിന് ഇത്രയും സംഭവങ്ങളായിരിക്കും വണ്ടി കൂടെ വരുന്നത്. സൗണ്ട് ഇപ്പം നോക്കുന്നെങ്കിൽ നമുക്ക് ബുള്ളറ്റിൻ്റെ ഒരു സൗണ്ടായിട്ടല്ല ഇത് ഇറക്കിയിരിക്കുന്നത്. കുറച്ചും കൂടെ പുതിയൊരു ജനറേഷന് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഹണ്ടർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് മറ്റേ ആ ഒരു തം സൗണ്ട് കിട്ടത്തില്ല, ലൈറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കൂടുതൽ ഹണ്ടറിൽ ലേഡി കസ്റ്റമേഴ്സാണ് വരുന്നത്. അപ്പം അത്യാവശ്യം അവർക്ക് ഹാൻഡി ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് ഹണ്ടർ. അവർക്ക് വെയിറ്റ് കയ്യിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് റൈഡ് ടീമൊക്കെ ഉണ്ട്, റൈഡ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം റൈഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പം ആ റൈഡ് ടീമിലും നമുക്ക് ലേഡി കസ്റ്റമേഴ്സ് ആണെങ്കിലും ഉണ്ട്. അപ്പം അവരൊക്കെ ഹണ്ടറിൽ വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇപ്പം പയ്യന്മാരും കാണും, പെൺകുട്ടികളായിട്ടായിരിക്കും നമ്മൾ റൈഡ് ടീമൊക്കെ പോകുന്നത്. അത് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മൈലേജ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ 350 സെഗ്മെൻറ്റ് വെഹിക്കിൾസ് എല്ലാം ഒരേ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അപ്പം ഒരേ മൈലേജ് തന്നെയാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ മൈലേജ് കൂടുതലായിട്ട് കിട്ടും. നമ്മൾ ഓട്ടിക്കുന്ന ആ ഒരു രീതിയിലനുസരിച്ചായിരിക്കും അതിരിക്കുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റഡ് ആയതുകൊണ്ട് ഒരു 35-40 കിട്ടുന്നു. ലോങ്ങൊക്കെ ഒരു 43 അടുപ്പിച്ച് വരെ പറഞ്ഞുണ്ട് മൈലേജ്.